എന്റെ അമ്മേ. അയാളുടെ പ്രസൻസിലാണ് അതുണ്ടായിക്കോട്ടെ എന്ന് ഡോക്ടർ പറയുന്നു. അത് കുഴപ്പമാവും. നിന്റെ പെങ്ങൾക്ക് 24 മണിക്കൂർ റിലീഫ് വേണോന്ന് വാശി പിടിച്ചാൽ നീ എന്ത് ചെയ്യും? അവളെ അവന് കെട്ടിച്ചു കൊടുക്കോ? അച്ചോ, കാര്യം പറയുമ്പോ ഞെട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. ഊരും പേര് എവിടെയാണെന്ന് അറിയാൻ പാടില്ലാത്തൊരു തെരുവ് തെണ്ടിക്ക് വേണോ ഞാൻ എന്റെ ആലീസിനെ? അതെ, പറ്റില്ല. അപ്പോഴെന്ത് വേണം? മുഴുവൻ സമയം അവളുടെ മേളിലൊരു കണ്ണു വേണം. നിനക്കാണെങ്കിൽ അതിന് നേരമില്ല. അതുകൊണ്ടാ ഞാൻ സോഫിയയുടെ കാര്യം. ആൽബി, ആൽബി, എന്നാ കൂടെ പോടാ പോത്തെ. നിനക്കൊക്കെ തിരുക്കുടുംബം ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്താ വാഴ്ത്തപ്പെട്ടവനാവാൻ പോവാന്ന്? സുഹൃത്തുക്കളെ, യാതൊരു വെടിയൊച്ചകളുമില്ലാതെ ഇത്രയും കാലം ഒരുമിച്ചു കഴിയാൻ കർത്താവ് ഇവരോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇവരുടെ വിവാഹ ജീവിതത്തിന്റെ രക്തവും മാംസവുമായി ഈ അപ്പം മുറിക്കുന്നു. ഈ വീഞ്ഞ് ഞാൻ കുടിക്കുന്നു. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, ഇനി ഭക്ഷിക്കാം. എന്റെ മാതാവേ, ഇതെന്തായി നിക്കണത്? ചേച്ചി, ഇതാണ് ആൽബിച്ചന്റെ പെങ്ങള്, മനസ്സിലായോ? അപ്പൊ ഇതാ ഉരുപ്പടിയല്ലേ? ആരാ ഇത്? പുതിയായിട്ട് വന്ന വേലക്കാരിയാ മോളെ. പുതിയ ഹൗസ് കീപ്പർ. ന്യൂ ഹൗസ് കീപ്പർ. അതെ. ദേ, കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് റെഡി. എന്താ നിങ്ങളുടെ പേര്? മാർത്ത. വാർത്തേ? മാർത്ത. എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടില്ല. പിന്നെ എവറിത്തിങ് ഓക്കെ. ഇനി നിനക്ക് കൂട്ടായിട്ട് ഇവിടെ തുടങ്ങുമോ? മാർത്തയാ ടൈപ്പ് അല്ലാട്ടോ. ശമ്പളം പറഞ്ഞില്ല. ഓ, മുമ്പ് നിന്നിരുന്ന വീട്ടില് 1500 തന്നിരുന്നത്. മാറുമ്പോ 250 കൂടും. അപ്പൊ 1750. ഇവിടെ ആയതുകൊണ്ട് 2000. അതെന്താ? ഇൻഷുറൻസ്. ഇൻഷുറൻസ് ആണ്. അതെ, തലയ്ക്ക് വെളിവില്ലാണ്ട് ആ പെണ്ണ് എന്തെങ്കിലും ചെയ്താലേ എനിക്ക് 2 പെൺകുട്ടികളാ. അതുങ്ങൾ വഴിയാതാരായി പോകും. അതുകൊണ്ടാ മാർത്തി ചേച്ചി വന്നേ. ചേച്ചിയുടെ കാര്യം പറ. എല്ലാം സെറ്റപ്പ് ആക്കാൻ ഞാനല്ലോ. സ്വഭാവം മാറും. ഇതിപ്പോ പിടിച്ചതിനേക്കാ വലുതാവൂടെ ആളയിലുള്ളത്. എനിക്കതൊന്നും അറിയത്തില്ല. ചേടാ, കൊള്ളാം. ഇത് 2000 നിക്കില്ല, തെറ്റിപ്പോയി. നിന്റെ ഉള്ളിന്നൊരു മണം വരുന്നുണ്ടല്ലോ ആൽബി. മണോ? ഇങ്ങനെ ആണിനും പെണ്ണിനും ഇഷ്ടം ഉണ്ടാവുമ്പോ അവരറിയാതെ അവരുടെ ഉള്ളിന്ന് വരുന്ന ഒരു മണം ഉണ്ടല്ലോ. അച്ഛനെ ലോഹയിട്ട സമയത്തെ ഒരു പെണ്ണ് കെട്ടി, അതിന്ന് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായി. അവരെ കേട്ടങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ച് അച്ഛന്മാരുടെ പേര് കളയിക്കാൻ. പ്രലോഭനം. ആരാ? എന്താ എന്തായി കാണിക്കുന്നത്? എന്താ വേണ്ടത്? എന്താ? ദേ, പട്ടാപ്പകല് വീട്ടിൽ കയറി വന്നേ പ്രായം കഴിഞ്ഞ പെണ്ണുങ്ങളോട് അനാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ചൂല് വെച്ച് അടിക്കും ഞാൻ. മാതാവേ, ആലീസ് കുഞ്ഞിന്റെ മുറിയാണല്ലോ. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പട്ടാപ്പകല് പെരക്കകത്ത് കയറി പീഡനം ചെയ്യുന്നു. ഐസ്ക്രീമാ? മാർത്ത ഇതൊന്നും കണ്ടിട്ടില്ലേ എന്റെ കർത്താവേ?
കൊല്ലം എത്ര കഴിഞ്ഞ കേസ് വരുമെന്ന് ആര് കണ്ടു? കോടതി കയറാനും സാക്ഷി പറയാനൊന്നും എന്നെ കൊണ്ട് വയ്യേ വയ്യ. അലക്കൊഴിഞ്ഞിട്ട് മനുഷ്യന് നേരില്ലെന്ന് പറഞ്ഞ രീതിയിലാണ്. എടുത്ത തീരാത്ത പണിയാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അതല്ല മേശപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നൊരു ദിവസം അങ്ങനെ തിന്നാ മതി. ഓ എന്റെ കർത്താവേ, ഇങ്ങനെ നാട്ടുകൊടിയുടെ പണി ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഹായ് ഹായ്. അടുക്കളപ്പണിയും പുറംപണിയും രണ്ടും കൂടി പറ്റില്ല എന്റെ കർത്താവേ. ഏതെങ്കിലും ഒന്ന് അത് ഇന്ന് ഉറപ്പിക്കണം. ഓ എല്ലാം എടുത്തോണ്ട് പോയോ? ഇനി അതെല്ലാം മുറി കൊണ്ടുവച്ച് തിന്ന് ആ കട്ടിലും മേശയും എല്ലാം ഉറുമ്പ് കറക്കണം. എല്ലാം തൂത്തുവാരാൻ ഞാനുണ്ടല്ലോ എന്റെ മാതാവേ. വെരി നൈസ്. ആഹാ, താൻ ഇതിനകത്ത് കയറിയോ? അയ്യേ, ഇതെന്താ ബ്രെഡ് ഇസ്തിരിട്ട് തിന്നാ? കടന്നു പോടോ ഒന്ന്. താൻ്റെ ഒരു ചൂളം വിളി. ഞാൻ ഇത്ര വലിയ തമാശ പറഞ്ഞിട്ട് എന്താ ആൽബിച്ചൻ ചിരിക്കാത്ത? ഇതൊരുമാതിരി കൊഞ്ഞനം കുത്തുന്ന പോലെ ഉണ്ട്. ആൽബിച്ച, look. Hey, 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 hey. Hey, hey. Come on, Hey. catch it. Yeah. Pretty. Hey. Pretty. 1, 2. ആ കുട്ടികളൊക്കെ ആരാ? കളിക്കാണോ? എന്നെ കൂടി കൂട്ടാമോ? ഞാൻ കൂടി വരട്ടെ? ഏയ് വേണ്ടല്ലേ. ആൽബിച്ചൻ ഇവിടെ നിൽക്കും. എത്ര കുട്ടികളാ? ഞാൻ ഇപ്പൊ വരാം. എന്റെ പൊന്നിക്കുറിച്ച് മുത്തപ്പ ഇവളുടെ വട്ടു മാറിയൂ. എടാ ഹൽബി, ഇത് എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അർത്ഥമല്ല. എന്റെ പെങ്ങൾ ആലീസ് ആ മാജിക് ചെയ്യാറുള്ള സൈക്കിളിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചു കാണിച്ചപ്പോ ഞാൻ അറിയാമെന്ന് നോക്കിപ്പോയത്. അത്രേ ഉള്ളോ? ആ അതാണ് ആക്സിഡന്റ്. അയ്യോ മനുഷ്യ, ആ വണ്ടി ഞാൻ കൊറേ പണിതല്ലേ. ഇനി കാശില്ലാതെ പറ്റില്ല. ആൽബി, എനിക്കൊന്നും കേക്കണ്ട, പറ്റില്ല. ഓഹോ, പണം കൊടുത്താൽ ഉണ്ടാക്കാവുന്ന വേറെ വർക്ക്ഷോപ്പുകളും നാട്ടിലുണ്ട്. ആ വണ്ടി എടാ ആൽബി, എന്റെ വണ്ടിയുടെ കേട് തീർത്താ തീരും. പക്ഷെ അനമൂലം നിന്റെ പങ്കം കൊണ്ടാകാൻ പോകുന്ന കേടുണ്ടല്ലോ എന്റെ കർത്താവേ. വാർത്ത പറയുമ്പോ വെറുതെ വാർത്ത ഉണ്ടാക്കാൻ പറയാന്ന് തോന്നരുത്. ആ മാജിക്കാരനായിട്ടുള്ള ആലീസ് കുഞ്ഞിന്റെ കർക്കം നിർത്തിയാ നന്ന്. വൃത്തി കെട്ടവനാ. ഐസ്ക്രീം കൊടുത്തല്ലേ പെണ്ണുങ്ങളെ വളയ്ക്കുന്നത്.